അസ്സലാമു വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇന്ന് നമ്മുടെ ഗ്രാമർ ക്ലാസ്സിൻ്റെ 17ാമത്തെ ക്ലാസ്സാണ്. ഇതിൽ പ്രതിപാദിക്കുന്ന വിഷയം തൗക്കീദ് എന്നതാണ്. തൗക്കീദ് അറബി വ്യാകരണത്തിലെ തൗക്കീദ് എന്നത് ഒരു വാക്കിൻ്റെയോ ആശയത്തിൻ്റെയോ ഉറപ്പും ഊന്നലും വ്യക്തമാക്കാൻ ഉപയോഗിക്കുന്ന വ്യാകരണ രീതിയാണ്. തൗക്കീദ് എന്ന് പറഞ്ഞാൽ ഊന്നലാണ്. അപ്പോൾ പറഞ്ഞ് തന്നെ അതന്നാണ് എന്ന് ഉറപ്പിക്കാൻ വേണ്ടിയിട്ട് പറയുന്നതിനാണ് എന്ത് പറയുക, തൗക്കീദ് എന്ന് പറയുന്നത്. തൗക്കീദ് എന്താണ്? ഉറപ്പിക്കൽ അഥവാ ഊന്നിപ്പറയൽ എന്നാണ് അതിൻ്റെ അർത്ഥം. ഒരു വാക്യത്തിൽ പറഞ്ഞ കാര്യം കൂടുതൽ ഉറപ്പിച്ച് പറയാൻ മറ്റൊരു വാക്ക് ഉപയോഗിക്കുമ്പോൾ അതിനെ തൗക്കീദ് എന്ന് പറയുന്നു. ഇപ്പം ലക്കത് എന്നുള്ളിടത്ത് ലാ തൗക്കീദിൻ്റെ ലാ ആണ്. കത് അത് തീർച്ചയായും എന്നുള്ളതാണ്. അപ്പോൾ ആ കതിനെ ഒന്നും കൂടി എന്താക്കാൻ ഉറപ്പിക്കാൻ വേണ്ടിയാണ് ലാ വെച്ചത്. അപ്പോൾ ലക്കത് തീർച്ചയായും എന്ന് പറഞ്ഞാൽ ഉറപ്പ് തന്നെ. കത് എന്ന് പറഞ്ഞാൽ തന്നെ ഉറപ്പാണ്. പിന്നെ അതിൻ്റെ മുമ്പിൽ ലായും വെച്ച് അപ്പോൾ ലക്കത് എന്ന് പറഞ്ഞാൽ എന്തായി, ഒന്നും കൂടി ഉറപ്പായി എന്നർത്ഥം. അപ്പം അങ്ങനെ ഉറപ്പിൻ്റെ മുകളിൽ ഒന്നും കൂടി ആക്കാൻ വേണ്ടിയിട്ടാണ് എന്ത് ഉപയോഗിക്കുന്നത്, തൗക്കീദ് ഉപയോഗിക്കുന്നത്. ഉദാഹരണം, ജാഅ ത്വാലിബു നഫ്സുഹു. ജാഅ ത്വാലിബു നഫ്സുഹു, വിദ്യാർത്ഥി തന്നെ വന്നു, വേറെ ആരും ഇല്ല എന്നർത്ഥം. വിദ്യാർത്ഥി തന്നെയാണ് വന്നത്. ഇവിടെ ജാഅ വന്നു, ത്വാലിബു വിദ്യാർത്ഥി, നഫ്സഹു അവൻ തന്നെ. അപ്പം നഫ്സഹു എന്നുള്ളത് എന്താണ്? ഇവിടെ തൗക്കീദാണ്. നഫ്സഹു എന്നുള്ള വാക്ക് തൗക്കീദാണ്. ത്വാലിബ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഉറപ്പിക്കപ്പെടുന്ന പദം ഏതാണ്? മുഅക്കദ് ത്വാലിബിനാണ് അല്ലേ? ത്വാലിബിനാണ് നമ്മൾ എന്താക്കിയത്, മുഅക്കദാക്കിയത്. ഇനി തൗക്കീദിൻ്റെ പ്രധാന രണ്ട് ഭാഗങ്ങൾ ഏതാണെന്ന് നോക്കുക. രണ്ട് തരം തൗക്കീദുകളാണുള്ളത്. ഒന്ന് തൗക്കീദുൽ ലഫ്ലി, ലഫ്ലിൻ്റെ തൗക്കീദ്. രണ്ട് തൗക്കീദു മഅനവി. രണ്ട് തരം. ഒന്നെന്താണ് തൗക്കീദു ലഫ്ല്, രണ്ടെന്താണ് തൗക്കീദു മഅനവി. അപ്പോൾ ആദ്യം നമുക്ക് തൗക്കീദു ലഫ്ലി എന്താണെന്ന് പഠിക്കാം. ഒരു വാക്ക് തന്നെ വീണ്ടും ആവർത്തിച്ച് ഊന്നിപ്പറയുന്നതിനാണ് ലഫ്ല് തൗക്കീദ് എന്ന് പറഞ്ഞത്. ലഫ്ല് ഒരു അക്ഷരെ അതന്നെ പറയുക, പിന്നെയും പിന്നെയും പറഞ്ഞതിനാണ് എന്ത് പറയുന്നത്, തൗക്കീദു ലഫ്ലി എന്ന് പറഞ്ഞത്. ജാഅ മുഹമ്മദുൻ ജാഅ മുഹമ്മദ് എന്ന് പറഞ്ഞാൽ തന്നെ മുഹമ്മദ് വന്നതായി. മുഹമ്മദ് തന്നെയാണ് വന്നത്. എങ്ങനെ പറയും? ജാഅ മുഹമ്മദുൻ മുഹമ്മദ് വന്നു, മുഹമ്മദ് തന്നെ വന്നു എന്നർത്ഥം. ഇവിടെ മുഹമ്മദുൻ മുഅക്കദാണ്. രണ്ടാമത്തേത് മുഹമ്മദുൻ അതെന്താണ്? തൗക്കീദ് ലഫ്ലാണ്. മറ്റൊരു ഉദാഹരണം എടുക്കാം. നാം നമ്മൾ പറയാറുണ്ട്, സാധാരണയായി നമ്മൾ പറഞ്ഞ നാം അതെ ഉറപ്പിച്ച് പറയാണ്. അപ്പോൾ രണ്ടാമത്തതാണ് അവിടെ എന്ത്, തൗക്കീദ്. നാം തൗക്കീദ്. അപ്പം ഫിഅല് തൗക്കീദ് ആവർത്തിക്കുന്നതും ലഫ്ലിലാവാം. ഉദാഹരണമായിട്ട് ഫിഅല് എടുക്കുക. ജാഅ വന്നു അല്ലേ? ജാഅ മുഹമ്മദ് വന്നു മുഹമ്മദ് തന്നെയാണ് വന്നത്. ജാഅ ഫിഅല് തൗക്കീദാണ് അല്ലേ? ഫിഅല് തൗക്കീദ് ആവർത്തിക്കുന്നതും ലഫ്ലിലാകാം. അപ്പം ഇനി ഹർഫ് ആവർത്തിച്ചാലും അതെന്താണ്? തൗക്കീദ് തന്നെയാണ്. ലാ അദ്ഹബ്, ലാ അദ്ഹബ് ഞാൻ പോകുന്നില്ല. ലാ അവിടെ വന്നത് എന്താണെന്ന് വെച്ചാൽ ഹർഫാണ്. നേരത്തെ വന്നതെന്ന് വെച്ചാൽ ഫീലാണ്. ഫീല് 2 പ്രാവശ്യം പറഞ്ഞു, ഇവിടെ ഹർഫ് 2 പ്രാവശ്യം പറഞ്ഞു. അപ്പോൾ അതൊക്കെ ലഫ്ലിലുള്ള എന്താണ്, തൗക്കീദാണെന്ന് അർത്ഥം. ഇനി മഅനവിയിലുള്ള തൗക്കീദ് എന്താണെന്ന് നോക്കുക. ഒരു വ്യക്തിയെയോ വസ്തുവിനെയോ തന്നെ മുഴുവനും അല്ലെങ്കിൽ എല്ലാവരും എന്ന അർത്ഥത്തിൽ ഉറപ്പിക്കാൻ പ്രത്യേക വാക്കുകൾ ഉപയോഗിക്കുന്നതാണ് തൗക്കീദ് മഅനവി. അപ്പം മഅനവിയിൽ വരുന്നത് പ്രത്യേക വാക്കുകളാണ്. നേരത്തെ വന്നത് ആവർത്തനം തന്നെ, ഒരേ വാക്കന്നെ എന്താക്കി ഫേലും അതുപോലെ തന്നെ ഹർഫും ഒക്കെ എന്താണ് ആവർത്തിച്ച് വന്നതാണ്. മഅനവിയിൽ അങ്ങനെയല്ല. മഅനവിയിൽ വേറെ തന്നെ വാക്ക് വരികയാണ്. ഉദാഹരണമായിട്ട് പ്രധാനപ്പെട്ട തൗക്കീദ് പദങ്ങൾ ഏതെല്ലാം എന്നറിയാം മഅനവിയിലുള്ള? നഫ്സു, ഐന, കുല്ലുൻ, ജമീഉൻ, ആമ്മത്തുൻ. കൂടാതെ
കല്ല, പിന്നെ കിൽത്ത, കുല്ല, അജ്മാ ഇവയും എന്തായിട്ട് ഉപയോഗിക്കുന്നുണ്ട്? തൗക്കീദ് മാനവി ആയിട്ട് ഉപയോഗിക്കുന്നുണ്ട് എന്നർത്ഥം. അപ്പം ആദ്യം നമുക്ക് തൗക്കീദ് മാനവിയിലെ നഫ്സ് എന്നുള്ള ആ പദം എടുക്കുക. നഫ്സ് എന്ന് പറഞ്ഞാൽ സ്വയം, തന്നെ എന്നുള്ള അർത്ഥത്തിലാണ്. ജാ ത്വാലിബു നഫ്സ. അപ്പം എന്താ, വിദ്യാർത്ഥി തന്നെ വന്നതായി. അപ്പോൾ ത്വാലിബ് എന്നുള്ള എന്താണ്? തൗക്കീദാണ്. ത്വാലിബ് എന്നുള്ളത് മൗക്കൂദ്, നഫ്സഹു എന്നുള്ളത് തൗക്കീദ്. ഇവിടെ നഫ്സഹു എന്നതിലെ ലാമിറായ മുമ്പുള്ള ത്വാലിബിനെ സൂചിപ്പിക്കുന്നു. മറ്റൊരു ഉദാഹരണം എടുക്കാം. റഅയ്തൽ മദ്രസ നഫ്സഹു, ഞാൻ അധ്യാപകനെ കണ്ടു. റഅയ്തൽ മുദ്രീസു റൗസഹു എന്നാണ് നഫ്സഹു. റഅയ്ത അൽ മുദ്രീസ് നഫ്സഹു, ഞാൻ അധ്യാപകനെ തന്നെ കണ്ടു, വേറെ ആരെയല്ല കണ്ടതെന്ന് അർത്ഥം. ഇവിടെ മുദ്രിസ് എന്നുള്ളത് മുഅക്കദാണ്, നഫ്സഹു എന്നുള്ളത് തൗക്കീദാണ്. ഇനി ഐൻ എന്നുള്ള ഐൻ തൗക്കീദ് എടുക്കുക. തന്നെ, സ്വയം എന്ന ഐൻ എന്ന അർത്ഥത്തിൽ തൗക്കീദായി ഉപയോഗിക്കുന്നു. ജാ അൽ മുദീറു ഐന, മാനേജർ തന്നെ വന്നു. ജാ അൽ മുദീറു, മുദീർ വന്നു. പിന്നെ നമ്മൾ എന്താക്കി? ഐനഹു, മുദീർ തന്നെയാണ് വന്നതെന്ന് അർത്ഥം, മാനേജർ തന്നെയാണ് വന്നത്. മറ്റൊരു ഉദാഹരണം, റഅയ്തുൽ മുദീറ ഐനഹു, ഞാൻ മാനേജറെ തന്നെയാണ് കണ്ടത് എന്നുള്ളത്. ഇനി നമുക്ക് കുല്ലുൻ എന്നുള്ളതിൻ്റെ ആശയം നോക്കാം. കുല്ലുൻ അത് തൗക്കീദാണ്. കുല്ലുൻ എന്ന് പറഞ്ഞാൽ എല്ലാവരും, മുഴുവനും. ജാ ത്വാലിബു കുല്ലുഹും, വിദ്യാർത്ഥികൾ എല്ലാവരും വന്നു. കുല്ലുഹും എല്ലാവരും. ജാ ത്വാലിബ് എല്ലാ വിദ്യാർത്ഥികളും വന്നു. ഇവിടെ ത്വാലിബു മൗക്കൂദാണ്, കുല്ലുഹും തൗക്കീദാണ്. മറ്റൊരു ഉദാഹരണം, റഅയ്തു ത്വാലിബ കുല്ലഹും, ഞാൻ വിദ്യാർത്ഥികളെ എല്ലാവരെയും കണ്ടു. ഇനി ജമീ എടുക്കുക. ജമീ എന്ന് പറഞ്ഞാൽ എല്ലാവരും, മുഴുവനും. അന്ന് നേരത്തെ പറഞ്ഞ അതേമായി തന്നെയാണ്. ഹളറ ത്വാലിബു ജമീഅഹും, വിദ്യാർത്ഥികൾ എല്ലാവരും ഹാജരായി. ഹളറാൻ ഹാജരായി. ത്വാലിബു വിദ്യാർത്ഥികൾ, ജമീഉഹും അവരെല്ലാവരും തന്നെ എന്തായി? ഹാജരായി. മറ്റൊരു ഉദാഹരണം, റഅയ്തു ത്വാലിബു ജമീഅഹും, ഞാൻ വിദ്യാർത്ഥികൾ എല്ലാവരെയും കണ്ടു. അപ്പോൾ അത് കിട്ടി. ഇനി കിലൻ്റെ പ്രയോഗം നോക്കുക. കില രണ്ടുപേരും അഥവാ പുരുഷലിംഗത്തിനാണ് ഉപയോഗിക്കുക, രണ്ടും എന്നുള്ള അർത്ഥത്തിൽ. ജാ ത്വാലിബു കുല്ലുഹുമാ, രണ്ട് വിദ്യാർത്ഥികളും രണ്ടുപേരും വന്നു. ത്വാലിബു മൗക്കൂദ്, കുല്ലുഹുമാ തൗക്കീദ്. ഇനി കിൽത്ത എടുക്കുക. കിൽത്ത എന്നാണ് രണ്ടുപേരും എന്നാണ്. അത് സ്ത്രീലിംഗത്തിനാണ് ഉപയോഗിക്കുക കിൽത്ത. ഉദാഹരണമായിട്ട് ജാ ത്വാലിബത്താനി കിൽത്തഹുമാ, രണ്ട് വിദ്യാർത്ഥിനികളും രണ്ടുപേരും വന്നു. ഇനി അജ്മ എടുക്കുക. അജ്മ എന്ന് പറഞ്ഞാൽ എല്ലാവരും, മുഴുവനും എന്നുള്ള അർത്ഥത്തിൽ. ജാ അൽ ഖൗമുൽ അജ്മഊൻ, ആ ജനങ്ങൾ എല്ലാവരും വന്നു. അപ്പോൾ തൗക്കീദിൻ്റെ ഒരു പ്രധാന നിയമം എന്താണെന്ന് വെച്ചാൽ, തൗക്കീദ് അത് ഉറപ്പിക്കുന്ന മുഅക്കദിൻ്റെ ഇറാബായി പിന്തുടരും. മുഅക്കദിൻ്റെ ഇറാബാണ് തൗക്കീദ്. ഉദാഹരണമായിട്ട് മർഫൂ ജാ ത്വാലിബു നഫ്സുഹു, ജാ ത്വാലിബു നഫ്സുഹു, രണ്ടിനും മർഫൂ ആണ് കിട്ടിയത്. അപ്പോൾ മൻസൂബിൽ എങ്ങനെ വരുന്നത് നോക്കുക. റഅയ്ത ത്വാലിബ നഫ്സുഹു, അവിടെ മൻസൂബാണ്, ഫതഹ വന്നത്. ഇനി മജ്റൂർ എവിടെ കിട്ടുക? ഉദാഹരണ മറർത്തു ബിത്വാലിബി നഫ്സിഹി, രണ്ടിടത്തും എന്താണ്? കസ്റ വന്നത്. അപ്പോൾ ഇത് വളരെ പ്രധാനമാണ്. മുഅക്കദും ഉണ്ടാവും, തൗക്കീദും ഉണ്ടാവും. ഉദാഹരണമായിട്ട് മുഅക്കദ് ത്വാലിബു ആണെങ്കിൽ തൗക്കീദ് നഫ്സുഹു ആണ്. മുഅക്കദ് താലിബ ആണെങ്കിൽ നഫ്സ ഹ, പിന്നെ ത്വാലിബി ആണെങ്കിൽ നഫ്സിഹി. അപ്പോൾ ഇതാണ് തൗക്കീദിനെ പറ്റി നമുക്ക് പഠിക്കാനുള്ളത്. ഇൻഷാ അല്ലാഹ് കേട്ടതിന് സംബന്ധിച്ച് ഞാൻ തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ.